നീ അങ്ങോട്ട് നോക്കി. എന്റെ മകനെ എനിക്ക് നന്നായിട്ട് അറിയാം. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. എന്റെ മരുമകളാവേണ്ടവൾ എന്താവണം എന്ന ഉറച്ച തീരുമാനം എനിക്കുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അടക്കവും ഒതുക്കവും ഉള്ളൊരു കുട്ടിയായിരിക്കണം. വിനയം അവളുടെ മുഖമുദ്രയായിരിക്കണം. ആശീർവാദ് ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിക്കുന്നവളായിരിക്കണം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. വിവാഹം കഴിക്കുന്നത് അർജുനാണോ അതോ നിങ്ങളോ? കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. നീ അവനെ വശീകരിച്ച് അവന്റെ മനസ്സ് മാറ്റി. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ അവനെ നീ പ്രേരിപ്പിച്ചു. ഞാൻ വന്നത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് തരാനാ. തടസ്സം നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ വെട്ടി മാറ്റും ഞാൻ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.